എല്ലാ പ്രേക്ഷകർക്കും ജനഹിതം പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് കോർപ്പറേഷൻ ഉൾപ്പെട്ട കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലാണ്. നോർത്ത് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സിറ്റിംഗ് MLA തോട്ടത്തിൽ രവീന്ദ്രനാണ്. അതോടൊപ്പം തന്നെ UDF സ്ഥാനാർത്ഥി വളരെ പ്രതീക്ഷയോടെയുള്ള ജയന്തുവാണ്. അതോടൊപ്പം NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ്. അങ്ങനെ ഒരു ത്രികോണ മത്സരമുള്ള ഒരു മണ്ഡലം കൂടിയാണ്. ശക്തമായ പോരാട്ടമാണ്. ഒരുപാട് സുജനപാലൊക്കെ അതിന് ശേഷം ഇവിടെ ഒരു UDF സ്ഥാനാർത്ഥി വിജയിച്ചിട്ടില്ല. പക്ഷേ സിറ്റിംഗ് MLA യിൽ നിന്നും നല്ലൊരു പ്രതീക്ഷ, അവിടെ നിന്നും ഒരു മാറ്റം, LDF നിന്നൊരു മാറ്റം UDF പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയാണ് NDAക്ക് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ പ്രതീക്ഷയും അതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിലാണ് NDA സ്ഥാനാർത്ഥിയായ നവ്യ ഹരിദാസ്. എന്തായാലും ഈ ത്രികോണ മത്സരത്തിലെ വോട്ടർമാരുടെ ജനഹിതവും ഒപ്പം തന്നെ സ്ഥാനാർത്ഥികളുടെ ആ ഒരു അവരുടെ ഒരു പോസിറ്റീവും അവർ പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സ്ഥാനാർത്ഥികൾ എല്ലാ പര്യടനങ്ങൾ കഴിഞ്ഞ് അല്പനേരമൊക്കെ വിശ്രമിക്കും. അത് കഴിഞ്ഞ് വീണ്ടും പര്യടനം. അതിനിടയിൽ നമുക്ക് നോർത്ത് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ഇപ്പോൾ ഇവിടെ ഒരു ഹോട്ടലിൽ ശ്രമിക്കുകയായിരുന്നു കുറച്ചു നേരം. അപ്പോൾ നമ്മളിപ്പോൾ വീണ്ടും കാണുന്നു. ഇവിടെ വരി നോർത്ത് മണ്ഡലം LDF സ്ഥാനാർത്ഥി രവിയേട്ടനാണ്, കോഴിക്കോടുകാരെ സ്വന്തം. അപ്പോൾ നമുക്ക് എന്തായാലും ഈ മണ്ഡലത്തിൻ്റെ വിശേഷങ്ങൾ ചോദിക്കാം, എങ്ങനെയുണ്ടെന്ന് അന്വേഷിക്കാം. രവിയേട്ട എങ്ങനെയുണ്ട്? ഇപ്പോൾ ഒരു പ്രശ്നമില്ല, സുഖമായിട്ട് പക്ഷേ ഞങ്ങൾ കാണുന്നില്ല. എല്ലാ അടിയൊഴുക്കുണ്ടാവും, അങ്ങനെയൊന്നുമില്ലല്ലോ. ഓരോ അടിയൊഴുക്കും. അപ്പോൾ എന്താണ് ഒരു പ്രതീക്ഷയ്ക്കുള്ള വകുപ്പ് അല്ലെങ്കിൽ ഭരണത്തിൻ്റെ നേട്ടം ഇവിടെ LDFിൽ ഈ പറഞ്ഞ നോർത്തിൽ പ്രതിഫലിക്കും? അങ്ങനെയുള്ള വിശേഷങ്ങളൊന്ന് പറയും. വികസനമാണല്ലോ ഏറ്റവും പ്രധാനം. തീർച്ചയായും എന്ത് ചെയ്യുമെന്നുള്ളതാണ് ചോദ്യം. നമുക്ക് എടുത്തു കാണിക്കാൻ കഴിയുന്നില്ല, ആരോട് പറഞ്ഞു കൊടുക്കണം. എല്ലാം കാണാം, യാഥാർത്ഥ്യങ്ങളാണ്. വെറുതെ പറയല്ലോ, നീ വരാൻ പോയിട്ട് ഇനി പിന്നെ ചെയ്യുന്നൊന്നും അല്ലല്ലോ, ചെയ്ത കാര്യമാണ്. യാത്രയ്ക്ക് പോകുമ്പോൾ റോഡ് കാണാം, എവിടെയും പാലം, എല്ലാ വാർഡുകളും ഏകദേശം 33 വാർഡുകൾ, ഒരു 3 റോഡെങ്കിലും എത്തി. അത്യാവശ്യം വാർഡുകൾ, പ്രധാനപ്പെട്ട റോഡുകൾ അത് വെച്ചു. ജനങ്ങൾ ഇനിയിപ്പോൾ എന്ത് മാറ്റം ഉണ്ടാക്കണമെന്ന് കോഴിക്കോട് ഒരുപാട് മാറി. ഈ മാറ്റം ഉണ്ടാകുമ്പോൾ തന്നെ ഇനി എന്താണ് വേണ്ടതെന്ന് ഇപ്പോൾ ജനങ്ങൾക്കിടയിലേക്ക് വീണ്ടും ഇറങ്ങിച്ചെന്നല്ലോ. അപ്പോൾ MLA ഉപരി തന്നെ ഇനി വോട്ട് തേടുന്ന അല്ലെങ്കിൽ വോട്ട് ചോദിക്കുന്ന ഒരവസ്ഥയിൽ എത്തുമ്പോൾ ജനങ്ങൾ ഇപ്പോൾ ഇനി എന്താണ് ആവശ്യം പറയുക? ആവശ്യങ്ങളൊന്നും ഒന്നും തീരില്ല. മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞ പോലെ എന്താണ് അങ്ങയുടെ ജനങ്ങളുടെ ഓരോ ആവശ്യം ഇതുവരെയും പറഞ്ഞു. അവർക്കറിയാം എന്ത് ചെയ്യുന്നറിയാം. ഞാൻ കോഴിക്കോട് നിരവധി കൊച്ചായിരുന്ന ഒരാളാണ്. ഞാൻ എന്ത് ചെയ്യും, എന്ത് പ്രവർത്തിക്കുന്നുള്ളത് ഒരുവിധ ആളുകൾക്ക് പറ്റും. അതുകൊണ്ട് അവർക്കറിയാം എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണ്, എൻ്റെ ഒരു പ്രവർത്തന ശൈലി, രീതി എന്താണെന്നൊക്കെ അവർക്ക്. എന്നോട് ആരും അങ്ങനെയൊന്നും പ്രത്യേകിച്ച് ആവശ്യപ്പെടാറ്. നമ്മൾ കോഴിക്കോടിന് ഏറ്റവും ആവശ്യമുള്ള ഒന്നാണ് കൺവെൻഷൻ. ഇനി അങ്ങോട്ട് കാരണം അതിൻ്റെ ഒരു പോരായ്മ ഇവിടെ അത് ബഡ്ജറ്റിൽ 10 കോടി രൂപ ഇപ്പോൾ വഹിച്ചിരിക്കും. നമ്മുടെ ചേവായിലുള്ള NGO ക്വാർട്ടേഴ്സിൽ അവിടെ 16 ഏക്കർ. മറ്റൊന്നാണ് നമ്മളെ കനാൽ സിറ്റി, വലിയ 1118 കോടി രൂപ അതെ വകയെത്തിയിട്ടുള്ള ഒന്നാണ്. അതിലും വലിയൊരു കൂടുതലും എൻ്റെ മണ്ഡലത്തിൽ തന്നെയായിരുന്നു. അത് വലിയ മാറ്റങ്ങളുണ്ടാകും. ടൂറിസത്തിന് ഏറ്റവും വലിയ പ്രമോഷൻ നൽകുന്ന ഒന്നായിട്ട് മാറും തീർച്ചയായും. അപ്പോൾ നഗരവികസനത്തിൽ ഏറ്റവും വലിയ ഒരു മുതൽക്കൂട്ടായിരിക്കും. ഇപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നേരിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെയാണ് ഉണ്ടായത്. അതിലെന്തെങ്കിലും ഒരു ആശങ്ക ഈ കോർപ്പറേഷൻ ചെറിയ മാറ്റമുള്ളത്, അതിനെന്തെങ്കിലും ആശങ്ക ഇല്ല? അത് എത്രത്തോളം ആ കോർപ്പറേഷൻ ഉണ്ട്? പരിചയപ്പെടുത്തേണ്ട ആവശ്യം അതില്ല. പിന്നെ എന്ത് അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നുള്ള ഒരു എത്രയോ വർഷങ്ങളായിട്ട് എൻ്റെ അപ്പുറം ഉണ്ടാവുന്നുള്ളത് ആ വലിയൊരു ആത്മവിശ്വാസമാണ് നമ്മളെ. ഓക്കെ, അപ്പോൾ എന്തായാലും വലിയ ആത്മവിശ്വാസം. അത് ജനങ്ങൾക്ക് അറിയാം, ജനപ്രിയനായ ഒരു MLA ആണ്. അവരുടെ ഒന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അത് വോട്ടായി മാറും. ഒരിക്കൽ കൂടി രവിയേട്ടൻ തന്നെ ഇവിടെ ഉറപ്പിക്കുമെന്നുള്ള ഒരു വലിയൊരു ഘടകം തന്നെ ഇതിനുണ്ട്. രാഷ്ട്രീയ മാറ്റങ്ങൾ എന്തൊക്കെ സംഭവിച്ചാലും ശരി, അല്ലേ, മറ്റെല്ലാ ഘടകങ്ങളും അനുകൂലമാകുന്നു. കോഴിക്കോട് നോർത്ത് മണ്ഡലം സ്ഥാനാർത്ഥി ജയന്തേട്ടനാണ് നമ്മളോടൊപ്പമുള്ളത്. ജയന്തേട്ടൻ്റെ വിശേഷങ്ങൾ അറിയാം.
അവസാന അടുത്ത ദിവസം കുറഞ്ഞ ദിവസമായതുകൊണ്ട് പരമാവധി ആവശ്യപ്പെടുകയാണ്. എന്താണ് ജനങ്ങളുടെ ഫീഡ്ബാക്ക്? വളരെ പോസിറ്റീവായിട്ടാണ്. പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UDF-ന് കോൺഗ്രസും ഇന്ത്യൻ മുസ്ലിം ലീഗും കേരള കോൺഗ്രസും പക്ഷേ എനിക്ക് കുറഞ്ഞ ദിവസങ്ങളിൽ മണ്ഡലങ്ങളിലൂടെ യാത്ര ചെയ്ത് ജനങ്ങളുമായി ഇടപെട്ടവരുടെ സ്നേഹവും വാത്സല്യമൊക്കെ ജനിക്കുമ്പോൾ മനസ്സിലാവുന്നത് UDF-ന്റെ ഏറ്റവും വലിയ ഘടകക്ഷി ഞങ്ങൾ പാർട്ടികളല്ല, മറിച്ച് നാട്ടിലെ ജനങ്ങളാണ്. അവർ മനസ്സോടുകൂടി ഞങ്ങളെ ഏറ്റെടുത്തിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു മാറ്റം ജനം ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈ ജയിച്ച ആളുകൾക്ക് ഡെലിവർ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് ബോധ്യം. ഈ 20 വർഷത്തിൽ 15 വർഷം ഇടതുമുന്നണിയായിരുന്നു കേരളം ഭരിച്ചിരുന്നത്. ജനത്തിന് 2 കാര്യങ്ങളാണ്. ഒന്ന്, കഴിഞ്ഞ 10 വർഷം ഈ കേരള സംസ്ഥാനത്തിന്റെ ഭരണം കൊണ്ട് അവർ വെറുതെ കിട്ടിയിട്ടില്ല. എല്ലാ കാര്യങ്ങളിലും വിലക്കയറ്റം കൊണ്ട് ചെറുപ്പക്കാരെ കാണുമ്പോൾ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ ഒരു നീണ്ടതില്ല. ഈ നാട് വിട്ട് അവർ ഇതിനൊക്കെ മാറ്റം വേണമെങ്കിൽ UDF വരണം എന്നുള്ള കൃത്യമായ തിരിച്ചറിവുണ്ട്. തീർച്ചയായും അത് UDF സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ എന്നെപ്പോലുള്ള കേരളത്തിലെ മുഴുവൻ UDF സ്ഥാനാർത്ഥികൾക്ക് ഒരു വലിയ പിന്തുണയെ ലഭിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഒരു പ്രയോറിറ്റിയിൽ നമ്മൾ പ്രാഥമികമായി നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, നമ്മളെ കളിക്കളങ്ങളെ വീണ്ടെടുക്കണം. ഒന്ന്, പിന്നെ ഒരുപാട് പ്രായമുള്ള ആളുകളൊക്കെ അവരൊക്കെ സോഷ്യലൈസ് ചെയ്തിരിക്കുന്നു. കോഴിക്കോടിന്റെ സ്നേഹം പങ്കുവെക്കുന്നു. അവർക്ക് അങ്ങനത്തെ ഇടങ്ങളില്ല. ധാരാളമായി അത്തരം ഇടങ്ങൾ സൃഷ്ടിക്കണം. ഇത് ഞാൻ ഏറ്റവും പ്രാഥമികമായി ചെയ്യണം എന്നുള്ള ഒരു MLA-യുടെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുന്ന മിനിമം കാര്യങ്ങൾ വലിയ പിന്തുണ നൽകുന്നുണ്ട്. അവരൊരു അന്യനായി, ഒരു ജ്യേഷ്ഠനായി, ഒരു സഹോദരനായി ഒക്കെ എന്നെ സ്നേഹം കൊണ്ട് നിങ്ങൾക്ക് എന്റെ പേരിൽ നമുക്ക് കൂടുതൽ ആളുകളെ നമ്മൾ കാണുമ്പോൾ നമുക്ക് ആത്മവിശ്വാസം രക്ഷിക്കാം. കാരണം അവർ ഈ ഗവൺമെന്റ് പോകുന്നുണ്ട്. പിന്നെ എന്നോടൊപ്പം പഠിച്ച നമ്മുടെ ഈ നഗരത്തിലെ നമ്മുടെ കോളേജ്, ആർട്സ് കോളേജ്, ഡോക്ടർ 12 വർഷം ഈ നഗരത്തിലെ കോളേജ് നഗരത്തിൽ നടത്താൻ പഠിച്ചിട്ട് മുസ്ലിം മോദി നഗരത്തിലെ പഠിച്ചിട്ടുള്ളത് എൻ്റെ ജീവിതം മുഴുവൻ വഴിയാണ്. അപ്പോൾ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിൽ കണ്ട മനുഷ്യരൊക്കെ സ്നേഹമായിട്ട് വിശ്വസിക്കുന്ന പ്രത്യക്ഷത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ അവരൊക്കെ പരസ്യമായി നമുക്ക് വേണ്ടി അറിയാം. മറ്റു പാർട്ടികളുടെ ഒരു ജനകീയമായ ഒരു പിന്തുണ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും സന്തോഷം. എല്ലാ ആശംസകളും ജയദേവന്റെ പേരിൽ തന്നെ ജയമുണ്ട് അല്ലേ? അപ്പൊ ആ ജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാ ആശംസകളും നേരുന്നു. UDF സ്ഥാനാർത്ഥി ഇങ്ങനെ വലിയ ആത്മവിശ്വാസത്തിലാണുള്ളത്. നമ്മള് ജനഹിതം എന്ന പ്രോഗ്രാം ഉണ്ട്, അതുമായി ബന്ധപ്പെട്ടാണ് വന്നത്. പറയൂ, എന്താണ് ഇപ്പോൾ അവസ്ഥ? കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിന്റെ ജനഹിതം BJP വരണം എന്നുള്ളതാണ്. ആ ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ പതിറ്റാണ്ടുകളായിട്ട് കോഴിക്കോട് മണ്ഡലത്തില് ഉണ്ടായിട്ടുള്ള വികസന മുരടിപ്പിനെതിരെ ശക്തരായിട്ട് ജനങ്ങള് അതിന് ഇപ്പോഴുള്ള ഒരു ഭരണവിരുദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളിലൂടെ ആ വികസന പ്രവർത്തനങ്ങൾ നോർത്ത് മണ്ഡലത്തിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിന്റെ പുറത്ത് തീർച്ചയായിട്ടും ജനങ്ങള് BJP ഇത്തവണ തിരഞ്ഞെടുക്കുമെന്നുള്ള ഉറപ്പ് പല ഭാഗത്തു നിന്നും ഞങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കൂടുമ്പോഴും അതിന്റെ ഒരു പോസിറ്റിവിറ്റിയോട് കൂടിയാണ് ഞങ്ങളുടെ പ്രയാണം തുടരുന്നത്. ജനങ്ങൾ ഇപ്പോ NDA സ്ഥാനാർത്ഥി നിശ്ചയിച്ചിരിക്കുന്നു. അപ്പോൾ ജനങ്ങളുടെ ഒരു ഭാഗത്ത് ഉണ്ടാവും ഇവിടെ കുറച്ച് നല്ല വോട്ടുള്ള ഒരു ആത്മവിശ്വാസം കൂടി ഉണ്ടാവും. ഇപ്പൊ കോർപ്പറേഷൻ ആണെങ്കിൽ തന്നെ ഇപ്പൊ അങ്ങനെ ഒരു ഫീഡ്ബാക്ക് ഉണ്ട്. ആ രീതിയിലുള്ള ഒരു ആത്മവിശ്വാസം എങ്ങനെയാണ്? അതെ, നോർത്ത് മണ്ഡലം BJP സംബന്ധിച്ചിടത്തോളം A ക്ലാസ് മണ്ഡലമാണ്. കഴിഞ്ഞ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും പടിപടിയായിട്ട് ഉയർന്ന വോട്ടുകൾ കൂടി വരുന്ന ഒരു സാഹചര്യം നോർത്ത് മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇന്ന് നമ്മുടെ പൊതുവെയുള്ള രാഷ്ട്രീയ അന്തരീക്ഷം എടുത്തു നോക്കുമ്പോഴും സംസ്ഥാനത്തൊട്ടാകെയുള്ള BJPയുടെ വളർച്ച എടുത്തു നോക്കുമ്പോഴും BJPക്ക് ഭരണം പിടിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ ജനങ്ങളുടെ ഭാഗത്തുണ്ട്. കാരണം കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ നോർത്ത് മണ്ഡലത്തിൽ നിന്നും 7 സ്ഥാനാർത്ഥികളാണ് BJPയുടേത് വിജയിച്ച് കൗൺസിലർമാരായി മാറിയിട്ടുള്ളത്. 0-ൽ നിന്ന് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ള ആ ഒരു പ്രയാണം ഒരു മണ്ഡലത്തിൽ 7 സ്ഥാനാർത്ഥികളെ കൗൺസിലർമാരാക്കി ഉയർത്തുക എന്ന് പറയുമ്പോൾ ജനങ്ങൾ തീർച്ചയായിട്ടും BJPയുടെ ജനപ്രതിനിധികളിൽ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട്. ആ വിശ്വാസം ഇത്തവണ വിജയമായിട്ട് മാറും. നോർത്ത് മണ്ഡലത്തിലെ വികസന കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാം. അതിന്റെ ചെറിയ മുരടിപ്പൊക്കെ ഉണ്ടാവും. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഫണ്ട് ഉപയോഗപ്പെടുത്തിയിട്ടാണ്. അങ്ങനെ ആവുമ്പോൾ ജനങ്ങൾ എന്താണ് ആവശ്യപ്പെടുന്നത് പുതുതായിട്ടൊക്കെ?
ചെറിയ മുരടിപ്പല്ല. കാലങ്ങളായിട്ട് ഇവിടെയുള്ള ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു വികസനവും ഈ കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. നമ്മുടെ നഗരഹൃദയത്തിലൂടെ ഓടുന്ന കെനോലി കനാല് തന്നെ വലിയൊരു ഉദാഹരണമാണ്. പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നു, കനാൽ സിറ്റി ആയിട്ട് പ്രഖ്യാപിച്ചിരുന്നു, അവിടെ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ പ്രഖ്യാപിച്ചിരുന്നു. മുൻപൊക്കെ നമ്മുടെ നാടിന്റെ തന്നെ അഭിമാനമായിരുന്നു ഈ കെനോലി കനാല്. ഇന്ന് ഒരു ദുർഗതിയിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച, ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു കാഴ്ച തന്നെ. കഴിഞ്ഞ ദിവസം ആ ഭാഗത്തുകൂടെ പോയിരുന്ന സമയത്തും അവിടെ സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്യാൻ വരുന്ന ആളുകളൊക്കെ പറയുന്നത് മാറി വരുന്ന ജനപ്രതിനിധികൾ വാക്ക് കൊടുക്കുന്നുണ്ട്, പക്ഷെ ഒന്നും പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ കൊടുക്കുന്ന വാക്കുകളെല്ലാം പാലിക്കാനുള്ള കെൽപ്പോടുകൂടിയും അതിന്റെ തന്റേടത്തോടു കൂടിയുമാണ് BJPയുടെ ജനപ്രതിനിധികൾ മുൻപോട്ട് വരുന്നത്. അടുത്ത 5 വർഷക്കാലം കോഴിക്കോട് നോർത്ത് മണ്ഡലം കാണാൻ പോകുന്ന ഏറ്റവും വലിയ വികസന പരമ്പരയുടേതായിരിക്കും. തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ അതിനനുസരിച്ചിട്ടുള്ള ഫണ്ട് വകയിരുത്താൻ തയ്യാറാണ്. ആ വകയിരുത്തുന്ന ഫണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയും ഈ നോർത്ത് മണ്ഡലത്തിന് വികസനത്തിന്റെ പാതയിലേക്ക് എത്തിക്കുക എന്നുള്ളൊരൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് BJP ഇറങ്ങുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളോടൊപ്പം നിങ്ങൾ എല്ലാവരും ഉണ്ടാകണം എന്നുള്ളൊരു അഭിപ്രായം മാത്രം പങ്കുവെച്ചു. എല്ലാവിധ ആശംസകളും പ്രതീക്ഷകളൊക്കെ എല്ലാം നിറവേറ്റാനാകട്ടെ എന്ന് ആശംസിക്കാം. അപ്പൊ നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് നോർത്ത് മണ്ഡലത്തിൽ BJPയുടെ വലിയ പ്രതീക്ഷയുള്ള ഒരു മണ്ഡലം കൂടിയാണ്. ആ മണ്ഡലത്തിൽ വിജയം ഉറപ്പിക്കാനാകുമെന്നാണ് കോഴിക്കോട് നോർത്ത് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം 3 മുന്നണികൾക്കും വലിയ പ്രതീക്ഷയും ആത്മവിശ്വാസമാണ് നൽകുന്നത് തന്നെ. ജനങ്ങൾ അത്രത്തോളം വളരെയേറെ ആകാംക്ഷയോടെയാണ് വോട്ടർമാരും കാത്തിരിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും ജനഹിതം പരിപാടിയിലേക്ക് സ്വാഗതം. ജനഹിതം എന്ന് പരിശോധിക്കുന്നത് കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ നിന്നാണ്. സൗത്ത് മണ്ഡലത്തിന്റെ ചിത്രം, പ്രത്യേകിച്ച് രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇടത്തോട്ടും വലത്തോട്ടും മാറി മാറി മറിയുന്ന ചിത്രമാണുള്ളത്. അതിനിടയിൽ കഴിഞ്ഞ 5 വർഷം സിറ്റിംഗ് MLA INLന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ദേവർകോവിലാണ്. ഇപ്പോൾ തവണ മത്സരിക്കുന്നുമുണ്ട്. UDFന്റെ ഫൈസൽ ബാബുവാണ് മത്സരിക്കുന്നത്. ഒപ്പം T റിനീഷാണ് NDA സ്ഥാനാർത്ഥി. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു അട്ടിമറി വിജയം ഉണ്ടാകുമോ എന്നത് പരിശോധിക്കുകയാണ് UDF, അല്ലെങ്കിൽ ജനഹിതം പരിശോധിക്കുന്നത് ഒരു അട്ടിമറി വിജയം തന്നെയാണ്. അതോടൊപ്പം NDAക്ക് എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്നുള്ളതും പരിശോധിക്കുന്നുണ്ട്. കാരണം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ NDAക്ക് കുറച്ച് മുൻതൂക്കമുള്ള ഒരു ഏരിയ കൂടിയാണിത്. ഒപ്പം തന്നെ സിറ്റിംഗ് MLA അഹമ്മദ് ദേവർകോവിൽ സീറ്റ് നിലനിർത്തുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്നാലും ജനഹിതം നമുക്ക് പരിശോധിക്കാം. സ്ഥാനാർത്ഥികൾ എന്താണെന്ന് പറയുന്നു, കേൾക്കാം. തീർച്ചയായിട്ടും നമുക്കറിയാം, ഇവിടെ കോമൺവെൽത്ത് വോട്ട് കമ്പനിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ സൗത്ത് മണ്ഡലത്തിന് ഉൾപ്പെട്ടതാണ്. അവിടുത്തെ ജനങ്ങളൊക്കെ നേരിട്ട് കാണുക, ഇടയ്ക്കൊക്കെ വരാറുണ്ടെന്ന് തോന്നുന്നു. അതോടൊപ്പം തന്നെ ഈ വോട്ട് അഭ്യർത്ഥനയുമായി ബന്ധപ്പെട്ട് വോട്ട് കമ്പനിയിൽ എത്തിയപ്പോൾ നമ്മൾ കൂടിക്കാഴ്ച നടത്തുകയാണ്. ഈ മണ്ഡലത്തിൻ്റെ വിശേഷങ്ങളും ജനങ്ങളുമായിട്ട് നേരത്തെ കണ്ടും ഒക്കെ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കുകയാണ്. എങ്ങനെയുണ്ട് ഫീഡ്ബാക്ക്? കോഴിക്കോട്ട് സൗത്ത് നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ഡലത്തിൽ ഏറെ വികസനങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ള 5 വർഷമാണ് കഴിഞ്ഞു പോയിട്ടുള്ളത്. ഏതാണ്ട് 1200 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നിരവധി റോഡുകളും പാലങ്ങളും, സ്കൂളുകൾക്ക് പുതിയ കെട്ടിടങ്ങളും, ആർട്സ് കോളേജിൽ സ്പോർട്സ് കോംപ്ലക്സും, അതുപോലെ തന്നെ ടൂറിസം രംഗത്ത് ഏറെ ശ്രദ്ധേയമായ രീതിയിൽ ബീച്ച് ഭാഗത്ത് ചില ഡെവലപ്മെൻറ്റ്സുകൾ ഉണ്ടാക്കി. അതുപോലെ തന്നെ 21 ടൂറിസം പദ്ധതിക്ക് ഫണ്ട് അനുവദിച്ചു. നിരവധി മാറ്റങ്ങൾ ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ കോമൺവെൽത്ത് പോലെയുള്ള ഏറെ പ്രശസ്തമായ ചില സ്ഥാപനങ്ങൾ ഇടക്കാലത്ത് പൂട്ടിപ്പോകുന്നൊരവസ്ഥയുണ്ടായിരുന്നു. എന്നാലിപ്പോൾ ചെറിയ തോതിൽ പ്രവർത്തനം നടക്കുന്നുണ്ട്. അവർക്ക് ആവശ്യമായ റോ മെറ്റീരിയൽസിൻ്റെ കുറവ് കേരളത്തിലുണ്ട്. കളിമൺ ലഭ്യത കുറവുണ്ട്. ഇപ്പോൾ കർണാടകയിൽ നിന്ന് ആണ് അവർ കളിമൺ കൊണ്ടുവന്നിട്ട് ആണ് ഇവിടെ ഇപ്പോൾ ടൈലുകൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത്. അവരുടെ ആവശ്യമെന്ന് പറയുന്നത് അവർക്ക് അത് കേരളത്തിൽ ലഭ്യമാക്കാനുള്ള സൗകര്യം ചെയ്യണം എന്നുള്ളതാണ്. നിരവധി തൊഴിലാളികൾക്ക് തൊഴിൽ ലഭ്യമാകുന്ന ഒരു സംവിധാനം എന്ന നിലത്ത് അവരുടെ ആവശ്യങ്ങളെ പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. സ്വാഭാവികമായും വീണ്ടും അധികാരത്തിൽ LDF വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ഈ മണ്ഡലത്തിൻ്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് കേരളത്തിൽ തന്നെ അത് ലഭ്യമാക്കാനുള്ള വഴികളെക്കുറിച്ച് കൂടുതൽ ആലോചിക്കാമെന്ന് ഉറപ്പ് തൊഴിലാളികൾക്ക് ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം ഇതിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് നമ്മുടെ സ്വപ്നനഗരി എന്നറിയപ്പെടുന്ന നമ്മുടെ സരോവരം ബയോപാർക്ക്. സരോവരം ബയോപാർക്കുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ പ്രൊജക്റ്റ് നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്.
ഏതാണ്ട് 1555 കോടിയുടെ ഒരു പദ്ധതിയാണ്. അതിനിടയിൽ ഒരു കനാൽ സിറ്റി എന്ന ആശയം ഉയർന്നു വരികയും നമുക്കറിയാം അമേരിക്കയിലും മറ്റുമുള്ള പോലെ ചൈനയിലൊക്കെയുള്ള പോലെ തന്നെ പട്ടണങ്ങളുമായി ചേർന്ന് കിടക്കുന്ന ഈ കായലുകളെയും പുഴകളെയും ഒക്കെ ബന്ധിപ്പിച്ചുകൊണ്ട് ടൂറിസം സാധ്യതയുള്ള ഒരു കനാൽ സിറ്റി പണിയാം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. 92 കോടിയോളം രൂപ അതിനായിട്ട് പ്രാരംഭ നടപടികളാക്കി നീക്കിവെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആ കനാൽ സിറ്റി യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ കോഴിക്കോട് പട്ടണത്തിൽ ടൂറിസ്റ്റുകളെ ഏറ്റവും ആകർഷിക്കപ്പെടുന്ന ഒരു പ്രദേശമായി അത് മാറും. ബോട്ടുകളിലൂടെ ആളുകൾക്ക് സഞ്ചരിക്കാനും സഞ്ചാരികൾക്ക് യാത്ര ചെയ്യാനും ഈ കനാലിൻ്റെ തീരത്ത് തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട സ്നാക്സുകൾ രുചിക്കാനുമൊക്കെയുള്ള ഒരു സൗകര്യമായിരിക്കും അതിലൂടെ ലഭ്യമാകുന്നത്. അതിലുപരിയായി ജലഗതാഗതം എന്ന രീതിയിലും അതിനെ പരിപോഷിപ്പിക്കാൻ നമുക്ക് സാധിക്കും. എരവത്തുകുന്ന് എന്ന് പറയുന്ന പ്രകൃതിസുന്ദരമായ ഒരു പ്രദേശം ഈ മണ്ഡലത്തിലുണ്ട്. അതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി വികസിപ്പിക്കണമെന്ന് ദീർഘകാലത്തെ സ്വപ്നമാണ്. ഘട്ടം ഘട്ടമായി കോർപ്പറേഷൻ കുറേ പരിപാടികൾ അവർ ആവിഷ്കരിച്ചിരുന്നുവെങ്കിലും അവരുടെ സാമ്പത്തിക സ്ഥിതി വെച്ച് അവർക്കത് പരിപൂർണമാക്കാൻ സാധിക്കാത്ത അവിടെ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൻ്റെ ഭാഗമായി 5 കോടി രൂപ ലഭ്യമാവുകയും അത് ടൂറിസം വികസനത്തിന് വേണ്ടി പ്രത്യേകിച്ച് നിരവധിക്കുന്ന ടൂറിസം ഡെവലപ്മെൻറ്റിന് വേണ്ടി അവിടെ അനുവദിക്കുകയും ചെയ്ത് അവിടെ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കോഴിക്കോട് നഗരവാസികളായ ജനങ്ങൾക്ക് സായാഹ്നങ്ങളിൽ കുടുംബസമേതം ചെലവഴിക്കാൻ പറ്റാവുന്ന ഏറ്റവും പ്രശാന്ത സുന്ദരമായ ഒരു കുന്നായി അത് മാറും. അപ്പോൾ അതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവും. സിറ്റിംഗ് MLA ഇവിടെ തന്നെ തുടരുമെന്നുള്ള ആ ഒരു കാര്യം തന്നെയാണ് പ്രേക്ഷകരോട് മുന്നോട്ട് വെക്കാനുള്ളത്. കോഴിക്കോട് സൗത്ത് മണ്ഡലത്തെ കുറിച്ച് നമുക്ക് വ്യക്തമായ ചിത്രമുണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ UDFൻ്റെ ഒരു കോട്ടയായിരുന്നു. പിന്നീട് ഇത് മാറി മാറി വന്നു. ഇപ്പോൾ അത് ഒരു സിറ്റിംഗ് MLA LDFൻ്റെ സീറ്റിലാണുള്ളത്. അതിൽ ഒരു മാറ്റം അല്ല ഒരു എന്ത് മാറ്റം ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു അട്ടിമറി വിജയം ഉണ്ടാകുമോ എന്നുള്ള ആകാംക്ഷയിലാണ് വോട്ടർമാർ. എങ്ങനെയുണ്ട് വോട്ടർമാരുടെ അടുത്ത് പോയിട്ട്? കേരളം തൂക്കും, സൗത്ത് തൂക്കും. സൗത്തും തൂക്കും. ശരി. അപ്പൊ എന്ത് അടിസ്ഥാനത്തിൽ അങ്ങനെ പറയാനുള്ള ഒരു കാരണം? കേരളത്തിൽ 10 വർഷം പൊതുവിൽ എന്താണോ സംഭവിച്ചത്, കഴിഞ്ഞ 5 വർഷം എന്താണോ സംഭവിച്ചത്, അതുതന്നെയാണ് സൗത്തിലും സംഭവിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ വികസനത്തിന് പവർ കട്ടായിരുന്നു ഇവിടെ. ഒന്നും നടക്കാത്ത 5 വർഷം. ഡോക്ടർ MK മുനീർ ആയിരുന്നു നേരത്തെ നമ്മളുടെ ഇവിടുത്തെ ജനപ്രതിനിധി. കുറെ കാര്യങ്ങളുടെ തുടക്കം ഇട്ടായിരുന്നു. തീർച്ചയായിട്ടും കാലിക്കറ്റ് സിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞ് ഈ നഗരത്തിന് പ്രത്യേകമായ ശ്രദ്ധ കൊടുത്തുകൊണ്ടുള്ള പദ്ധതികൾ, റോഡ് വികസനത്തിൽ, ആ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിൽ, അതുപോലെ ബീച്ചിൽ കൊടുക്കുന്ന ടൂറിസം മേഖലയിൽ കൊടുത്ത ശ്രദ്ധ, വിദ്യാഭ്യാസത്തിൽ കൊടുത്ത ശ്രദ്ധ, അങ്ങനെ സർവ്വ മേഖലയിലും ഈ നഗരത്തെ ഏറ്റവും ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു നഗരമാക്കാൻ, ഏറ്റവും സൗകര്യപ്രദമായ ഒരു സിറ്റിയാക്കാൻ നമ്മൾ നടത്തിയ കുറേ ശ്രമങ്ങളുണ്ട്. ആ ശ്രമങ്ങൾ കഴിഞ്ഞ 5 വർഷത്തിനകം നിലച്ചുപോയി എന്നുള്ള വളരെ നിർഭാഗ്യകരമായ ഒരു കാഴ്ചയാണ് ഈ നഗരത്തിലൂടെ നടക്കുമ്പോൾ നമുക്ക് കാണുക. ഈ ന്യൂനപക്ഷ വോട്ടിന്റെ ഒരു ഏകീകരണം, അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും പരാമർശങ്ങളും ഒപ്പത്തിനൊപ്പം നടക്കുന്നുണ്ട്, കേട്ട് കാണുമല്ലോ. അപ്പോൾ അത്തരം ഒരു നീക്കം, അങ്ങനെ ഒരു വാക്കുകൾ ഉണ്ടാകുമ്പോൾ തന്നെ അതിൽ ഈ UDF സ്ഥാനാർത്ഥിക്ക് എന്ത് പറയാനുള്ളത്? ഇങ്ങനെ ന്യൂനപക്ഷങ്ങളുടെ വോട്ടിന്റെ ഒരു അവസ്ഥയാണല്ലോ ഈ സൗത്ത് മണ്ഡലത്തിന് കൂടുതലായിട്ട് ഉണ്ടാവും. നമ്മുടെ കേരളത്തിൽ വിശേഷിച്ചും ഇവിടെ തെരഞ്ഞെടുപ്പ് പൊളിറ്റിക്കലാണ്. മലയാളി പ്രബുദ്ധനാണ്. അവർക്ക് തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ പൊളിറ്റിക്കൽ ഇഷ്യൂസിന്റെ മുകളിലാണ്. റോഡ് എവിടെ, പാലം എവിടെ എന്നുള്ളതാണ്. റോട്ടിലും പാലത്തിലൊക്കെ എല്ലാ മനുഷ്യന്മാരും നടക്കുന്നത്. അവിടെ മതം നോക്കിയും ജാതി നോക്കിയിട്ടൊന്നും അല്ല. അപ്പോൾ രാഷ്ട്രീയമായി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ആളുകൾ നോക്കിക്കാണുന്നത്. ഒരു ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷം ഒരു സർക്കാർ ഇവിടെ ഭരണം നടത്തിയ സമയത്ത് ആ ഭരണം നടത്തിയ സർക്കാർ കേരളത്തെ ഏതൊക്കെ അർത്ഥത്തിൽ, എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഇടതുപക്ഷത്തിന്റെ ഏറ്റവും ഫോർ ഫ്രണ്ടിൽ നിൽക്കുന്ന ബാലനെ പോലുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം എന്താണ്? ഈ ഡിവൈഡ് പൊളിറ്റിക്സ് ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിഭജനത്തിന്റെ രാഷ്ട്രീയമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ 10 കൊല്ലം ഭരിച്ച ഒരു മുന്നണിക്ക്, ഒരു പാർട്ടിക്ക് അവർ നടത്തിയ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചല്ലേ അവരിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കേണ്ടത്? അതെ, വർഗീയത, ശുദ്ധ വർഗീയത. പക്ഷേ ഈ രാഷ്ട്രീയക്കാരെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജനങ്ങൾ വളരെ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ വിശേഷിച്ചും അവരിതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നവരാണ്. ഞാൻ കോഴിക്കോട് നഗരത്തിൽ നിന്ന് ഇവിടുത്തെ ഈ നഗരത്തിലെ ആളുകളോട് സംസാരിക്കുമ്പോൾ ഡിഫറെന്റ് കമ്മ്യൂണിറ്റി ഉണ്ട് ഇവിടെ. ഓട്ടോ ഡ്രൈവേഴ്സ് ഉണ്ട്, ലോറി ഡ്രൈവേഴ്സ് ഉണ്ട്,
ഇവിടുത്തെ പോട്ടർമാരുണ്ട്, ഇവിടുത്തെ മീൻ മാർക്കറ്റിലും പച്ചക്കറി മാർക്കറ്റിലും ജോലി ചെയ്യുന്ന വളരെ ഗ്രാസ് റൂട്ട് ആൾക്കാരുണ്ട്. അതോടൊപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആർക്കിടെക്ട്സ് ഉള്ള IIA, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്റ്റിന്റെ ചാപ്റ്റർ കോഴിക്കോടാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു നഗരം ഈ കോഴിക്കോടാണ്. ഇവിടെ ഒരു പ്രബലമായ ഒരു ലോയർ ഫ്രറ്റേണിറ്റി, വക്കീലന്മാരുടെ ഒരു കമ്മ്യൂണിറ്റി ഇവിടെ ഉണ്ട്. ഇവിടെ ബോറ കമ്മ്യൂണിറ്റി ഉണ്ട്, ഇവിടെ ഗുജറാത്തി കമ്മ്യൂണിറ്റി ഉണ്ട്, ഇവിടെ ബ്രാഹ്മിൻ കമ്മ്യൂണിറ്റി ഉണ്ട്, ഇവിടെ നായർ ഇല്ലങ്ങളുണ്ട്, ഇവിടെ ഈഴവ കമ്മ്യൂണിറ്റി അഭിമാനത്തോടെ ഉണ്ട്. അങ്ങനെ വിവിധങ്ങളായ ഒരു ഡൈവേഴ്സിറ്റി, ഒരു പക്ഷേ ഇന്ത്യക്ക് നമ്മൾ പറയുന്ന ബഹുസ്വരത ഈ കോഴിക്കോട് നഗരത്തിലുണ്ട്. അതോടൊപ്പം കോഴിക്കോട് മധുരത്തിന്റെ നഗരമാണ്, കോഴിക്കോട് സ്നേഹത്തിന്റെ നഗരമാണ്. അപ്പോൾ ഇപ്പൊ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ നിങ്ങൾ കണ്ടില്ലേ, എല്ലാ പ്രവചനങ്ങൾക്കപ്പുറം ജനം രാഷ്ട്രീയമായ പ്രബുദ്ധതയോടെ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നു എന്ന്. നമ്മളെല്ലാവരും ആളുകൾ പോവാണ് ഇവിടുന്ന്. കേരളത്തിൽ നിന്ന് നമ്മുടെ കുട്ടികൾ പോകണം. കഴിഞ്ഞ വർഷം പോയത് 2.5 ലക്ഷം മക്കളാണ്. നിങ്ങൾക്ക് അത് ഗൂഗിൾ ചെയ്താൽ കിട്ടും. ഹയർ എഡ്യൂക്കേഷൻ ഒരിക്കലും ഒരു ഐഡിയൽ സ്ഥലമല്ല കേരളം. സമഗ്ര വികസനം മുന്നോട്ട് വെക്കുന്നു, നല്ല ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നു. എന്തായാലും സൗത്ത് തൂക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാണ് സ്ഥാനാർത്ഥി പറയുന്നത്. നമുക്ക് എന്തായാലും ജനവിധി കാത്തിരിക്കാം. NDA സ്ഥാനാർത്ഥി T. റിനീഷ് വോട്ട് അഭ്യർത്ഥിച്ച് ഇതോടെ സൗത്ത് മണ്ഡലത്തിലെല്ലാം വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് ഇപ്പോഴുള്ളത്. വോട്ടർമാർ എന്തു പറയുന്നു, എങ്ങനെയുണ്ട് ഇവിടുത്തെ രാഷ്ട്രീയത്രം, പ്രത്യേകിച്ച് മിന്നുന്ന വിജയം കോർപ്പറേഷനിൽ നേടിയ ഒരു വ്യക്തി കൂടിയാണ്. ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ആ പ്രതീക്ഷകൾ നമുക്ക് ജനഹിതത്തിൽ പരിശോധിക്കാം. എങ്ങനെയുണ്ട് ഇപ്പോൾ രാഷ്ട്രീയത്രം? നല്ല രീതിയിൽ നല്ല ആവേശത്തോടെ പ്രവർത്തകരും പൊതുജനങ്ങളും എന്നെ സ്വീകരിക്കുന്നുണ്ട്. അതിൻ്റെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണുള്ളത്. എങ്ങനെയാണ് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക്? അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഗ്രൗണ്ട് റിയാലിറ്റി നമുക്ക് വളരെ അനുകൂലമാണ്. നമ്മളിവിടുത്തെ ഓരോ ജനങ്ങളോടും കൃത്യമായ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. നമ്മുടെ സൗത്ത് നിയോജക മണ്ഡലത്തിലെ വികസന കാഴ്ചപ്പാടുകളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പുതിയ തലമുറയോട് അവരുടെ കാഴ്ചപ്പാടുകളുമായി ചർച്ച ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും വളരെ നല്ല രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള അപ്രോച്ചാണുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വികസനമാണ് നമ്മുടെ നാടകം എന്നുള്ളതാണ് ആവശ്യം. പക്ഷേ ഇലക്ഷൻ സമയത്ത് നമുക്കറിയാം, ജാതി പറഞ്ഞ് മതം പറഞ്ഞ് വേർതിരിച്ച് ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന ഒരു സിസ്റ്റമാണ് കേരളത്തിൽ മുൻകാലങ്ങളിലേ നടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് പാർട്ടികളെ വിഭജിച്ച്, ജാതി വിഭജിച്ച്, മതം വിഭജിച്ച് വോട്ട് വാങ്ങുന്ന തന്ത്രമൊക്കെ കഴിഞ്ഞു. ജനങ്ങൾ വികസനത്തോടൊപ്പം നിൽക്കും. അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് താമര ചിഹ്നത്തിൽ വോട്ടായി വരുമെന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത്. ഇങ്ങനെ ഇപ്പോൾ പറഞ്ഞല്ലോ, ജാതി മതമൊക്കെ വിഭജിച്ച് ഇങ്ങനെ കാണുന്നുള്ളത്, അതിനൊക്കെ എങ്ങനെ ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി നിലയിൽ BJP അതിജീവിക്കും എങ്ങനെ? അല്ല, അത് തീർച്ചയായും അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ BJP ഏതെങ്കിലും ഒരു വിഭാഗത്തിനെതിരാണ്, അതുകൊണ്ട് ആ വിഭാഗം അവർക്ക് വോട്ട് ചെയ്യേണ്ട എന്നുള്ള ഒരു മർമറിയും ക്യാമ്പയിനും വർഷങ്ങളായി നാട്ടിലുണ്ടായിരുന്നു. അതൊക്കെ മാറി. ജനങ്ങൾ കൃത്യമായ കാര്യങ്ങൾ, അതെ കോർപ്പറേഷന്റെ വിജയം. അപ്പോൾ അതൊക്കെ മാറി ജനങ്ങൾ കൃത്യമായ കാര്യങ്ങൾ വിലയിരുത്തുന്നു, സോഷ്യൽ മീഡിയ കാണുന്നു, പദ്ധതികളെ കുറിച്ച് അവരറിയുന്നു. ഇന്ന് എല്ലാം അവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരു വികസനത്തിന്റെ കാഴ്ചപ്പാട് പൊതുജനങ്ങൾക്കുണ്ട്. അവർ വികസനത്തോടൊപ്പം നിൽക്കും. അത് എനിക്ക് ഗുണമാവുമെന്ന് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. എന്തൊക്കെ നേട്ടങ്ങളാണ് സൗത്ത് മണ്ഡലത്തിൽ പ്രതീക്ഷിക്കാവുന്നത്? എന്തൊക്കെയാണ് ചെയ്യാനുള്ള സാധ്യതകളാണ്? സൗത്ത് നിയോജക മണ്ഡലത്തിൽ ഞാൻ ആദ്യമേ പറയുന്നു, വലിയ കാര്യങ്ങളൊന്നല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ സാധാരണക്കാരൻ്റെ അവൻ്റെ ഏറ്റവും പ്രാഥമിക അവകാശങ്ങൾ നേടിയെടുക്കാൻ സാധിക്കണം. അവന് വീടെന്ന സ്വപ്നം ഉണ്ടാവണം, നല്ല ഭക്ഷണം കഴിക്കണം, നല്ല വസ്ത്രം ധരിക്കാൻ സാധിക്കണം, ഒരു അസുഖം വന്നാൽ നല്ലൊരു ജനറൽ ഹോസ്പിറ്റൽ ഉണ്ടാവണം. അങ്ങനെ സാധാരണക്കാരുടെ ഏറ്റവും പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റുവാൻ മാറി വന്ന സർക്കാരുകൾക്ക് സാധിച്ചിട്ടില്ല. അതിനുപരി നമുക്ക് ഇപ്പോൾ റോഡിൻ്റെ വികസനമാവാം, പാലങ്ങളുടെ വികസനമാവാം, ഇതൊക്കെ വേണം. പക്ഷേ ഒരു മനുഷ്യന് ആത്യന്തികമായി വേണ്ടത് അവൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ളത്. അതുകൊണ്ട് ആ വിഷയങ്ങളിലാണ് ഞങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. അതോടൊപ്പം ഇവിടെ വീടും സ്ഥലവും ഇല്ലാത്ത 50 പേർക്ക് സ്വന്തം നിലയിൽ വീട് നിർമ്മിച്ച് നൽകുമെന്നുള്ള ഒരു വാഗ്ദാനം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് നിരവധി പേര് വീടും സ്ഥലവും ഇല്ലാതെ ഇപ്പോഴും ഷെഡുകൾ കഴിയുന്ന അവസ്ഥയുണ്ട്. അവർക്ക് ആദ്യത്തെ എൻ്റെ ഒരു വാഗ്ദാനം അതാണ്. എൻ്റെ ആ MLA എന്നുള്ള പദവി ഏറ്റെടുത്താൽ ആദ്യമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പൊതുജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് സർക്കാരിൻ്റെ ഒന്നും സഹായമില്ലാതെ 50 പേർക്ക് വീട് നിർമ്മിച്ച് നൽകും. അപ്പോൾ അതുപോലെ തന്നെ വികസനം ഇപ്പോൾ ഇവിടെ ഏതൊക്കെ സാധ്യതകളുണ്ട്, അല്ലെങ്കിൽ അതേക്കുറിച്ച് നമുക്ക് എന്ത് പ്രതിപഠനം? ഞാനിപ്പോൾ വികസനത്തിൻ്റെ കാര്യം, ഒരു പുതിയ സ്റ്റാൻഡ് ശോഷിച്ച അവസ്ഥയാണ്. അവിടെ ഒരു പൊതു ടോയ്ലറ്റ് പോലും ഇല്ല. ഇപ്പോഴും നമ്മൾ 50 വർഷമുള്ള അതെ സൗത്ത് നിയോജക മണ്ഡലത്തിൽപ്പെട്ടത്. നമുക്കതുപോലെ തന്നെ നമുക്കറിയാം, മീൻചന്ത ഓവർ ബ്രിഡ്ജ് എത്രയോ കാലമായിട്ട് മീൻചന്ത പെയിന്റ് അടിച്ച് മാറ്റണം. പുതിയ പാലം എന്നുള്ള ആവശ്യം ഭയങ്കര ബ്ലോക്കാണ്. അതുപോലെ ഇവിടുന്ന് കൊറ്റമൽ പാലായി റോഡ് നമുക്ക് അതിൻ്റെ അവസ്ഥ അറിയാം. അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ കോളേജ് റോഡ്, അതുപോലെ സ്റ്റേഡിയം
പൊറ്റമൽ റോഡ്, ഇതൊക്കെ ഒരുപാട് വർഷങ്ങളായി. കുതിരവട്ടം ദേശപോഷണ മേഖലകളൊക്കെ തന്നെ നമുക്കറിയാം. അവിടെയൊക്കെ വികസനം എത്തിത്തേട്ടില്ല. ഇതൊക്കെ എത്രയോ വർഷങ്ങളായി അവരുടെ പ്രകടന പത്രികകളിലല്ല. അപ്പം അതുപോലെ നിരവധി മേഖലകളിൽ, മീൻചന്ത ബസ് ടെർമിനൽ, ഇത്തരത്തിൽ നിരവധി മേഖല, കോംട്രസ്റ്റ്, ആയിരക്കണക്കിന് തൊഴിലാളികൾ എക്സ്പോർട്ടുകൾ നടത്തിയിട്ടുള്ള കോംട്രസ്റ്റ് ഓട്ട് കമ്പനി. അപ്പോൾ ഇത്തരത്തിൽ നിരവധി കാര്യങ്ങൾ ഓരോ പ്രകടന പത്രികയിലും ഇവിടെ മാറി മാറി വന്നവർ ചെയ്തിട്ടുള്ളതാണ്. ഞങ്ങൾ പറഞ്ഞു ഇതൊക്കെ തന്നെ നിറവേറ്റാൻ കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടെ തന്നെ ഇതൊക്കെ നിറവേറ്റാൻ ഇവിടെ ഒരു BJP MLA വേണം. അതിന് ഇവിടുത്തെ ജനങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. മാറ്റം സൗത്ത് നിന്നാവട്ടെ എന്നുള്ള ടാഗ്നയിലോട് കൂടി ഇതാ ടി റിനീഷ് കൗൺസിലറാണ്. അദ്ദേഹം വലിയ മാറ്റം കൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും ഉറപ്പാണ്. മെയ് 4-ന് വോട്ടെണ്ണുന്ന സമയത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ടി റിനീഷ് വിജയിച്ചു എന്നുള്ള വാർത്ത നിങ്ങൾക്ക് കൊടുക്കാം. ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റും, തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ആവട്ടെ. രാഷ്ട്രീയ ചിത്രം മാറി മറിയും, ജനവിധിയും അതുപോലെ തന്നെ എന്താവും എന്നുള്ള ആകാംക്ഷയിലാണ് ഈ സൗത്ത് മണ്ഡലവും. കോഴിക്കോട് സൗത്ത് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നിർണായക മുഹൂർത്തങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. സിറ്റിംഗ് MLA തുടരുമോ, അതുപോലെ തന്നെ ഒരു അട്ടിമറി വിജയം UDF-നുണ്ടാകുമോ, NDAക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോ? എന്തായാലും നമുക്ക് ജനവിധി അറിയാൻ നമുക്ക് കാത്തിരിക്കാം. ജനഹിതം ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ജനഹിതത്തിൽ കാണാം. നമസ്കാരം.